സമരക്കാരും പോലീസുകാരും തമ്മിൽ സംഘർഷം നടക്കുന്ന സമരത്തിനിടയിലേക്ക് രോഗിയുമായി കാർ പാഞ്ഞെത്തിയതോടെ സംഘർഷം വഴിമാറി. പരസ്പരം ഏറ്റുമുട്ടിയവർ രോഗിക്ക് കടന്നുപോകാനുള്ള കാറിന് വഴിയൊരുക്കി മാതൃകയുമായി. മന്ത്രി പി.എ. മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട് ചെറുവണ്ണൂരിലെ ക്യാമ്പ് ഓഫീസിലേക്ക് UDF പ്രവർത്തകർ നടത്തിയ മാർച്ചിനിടയിലാണ് രസകരമായ ഈ സംഭവങ്ങൾ അരങ്ങേറിയത്. സമരത്തിനിടെ ഞങ്ങളുടെ പ്രതിനിധി റിയാസ് KMR പകർത്തിയ ദൃശ്യങ്ങളും അതേക്കുറിച്ച് തയ്യാറാക്കിയ വാർത്തയും കാണാം. സംസ്ഥാന പാതയിൽ കോഴിക്കോട് ചെറുവണ്ണൂരിൽ മന്ത്രി പി.എ. മുഹമ്മദ് റിയാസിനെതിരെ UDF പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ച് കൊടുമ്പിരി കൊള്ളുന്ന സമയമാണ്. മന്ത്രിയുടെ ക്യാമ്പ് ഓഫീസിന് 200 മീറ്റർ അകലെയായി സംസ്ഥാന പാതയിൽ തന്നെ പോലീസ് ബാരിക്കേഡ് കെട്ടി മാർച്ച് തടഞ്ഞതിനാൽ വാഹന ഗതാഗതവും കിലോമീറ്ററുകളോളം സ്തംഭിച്ചിരിക്കുകയാണ്. സമരം നടക്കുന്നതിനിടെ അതുവഴി ഒരു യുവാവ് ബൈക്കുമായി എത്തിയത് സമരക്കാരെ പ്രകോപിപ്പിച്ചിരുന്നു. UDFന്റെ മുതിർന്ന നേതാക്കളും ഇടപെട്ട് ആ ബൈക്കുകാരനെ പ്രവർത്തകരുടെ മുൻപിൽ നിന്നും മാറ്റിയതിന് പിന്നാലെ ബാരിക്കേഡുകൾ തള്ളിയിടുന്നതിലേക്ക് UDF പ്രവർത്തകർ സമരമുറ മാറ്റി. ബാരിക്കേഡുകൾ ഇളകിപ്പോകാതിരിക്കാൻ റോഡരികിലെ വൈദ്യുതി തൂണിൽ വടം കെട്ടി പോലീസും ബലമാക്കിയിട്ടുണ്ട്. അതോടെ പോലീസും സമരക്കാരും തമ്മിൽ സംഘർഷമായി. അതിനിടയിലേക്കാണ് വീണ്ടും നീണ്ട ഹോൺ മുഴക്കിക്കൊണ്ട് ഒരു കാർ കുതിച്ചു വന്നത്. ഗതാഗത തടസ്സങ്ങളെല്ലാം കടന്ന് പാഞ്ഞു വന്ന കാറിൽ രോഗിയാണെന്ന് മനസ്സിലായതോടെ നേരത്തെ പരസ്പരം ഏറ്റുമുട്ടാൻ ഒരുങ്ങിയിരുന്ന സമരക്കാരും പോലീസും ഒന്നയഞ്ഞു. രണ്ട് വിഭാഗം ആളുകളും പരസ്പരം കൈകോർത്ത് ബാരിക്കേഡുകളുടെ കെട്ടഴിച്ച് റോഡിൽ നിന്ന് മാറ്റി രോഗിയുമായി വന്ന കാറിന് വഴിയൊരുക്കി. ഒരു നിമിഷത്തെ ആ നല്ല പ്രവൃത്തിക്ക് ശേഷം സമരക്കാർ വീണ്ടും ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് മുദ്രാവാക്യം വിളിച്ചു. അതോടെ സംയമനം മറന്ന പോലീസ് ജലപീരങ്കിയും പ്രയോഗിച്ചു. നേരത്തെ കണ്ടതിനേക്കാൾ കൊടുമ്പിരി കൊണ്ട സമരരംഗങ്ങളാണ് പിന്നീട് അവിടെ അരങ്ങേറിയത്. എന്തായാലും നല്ലൊരു കാര്യത്തിന് വേണ്ടി ഒരു നിമിഷത്തേക്കെങ്കിലും കൈകോർത്ത പോലീസിന്റെയും സമരക്കാരുടെയും ആ മനസ്സ് ഇപ്പോഴും നന്മ പറ്റിയിട്ടില്ല എന്നതിന്റെ ഉദാഹരണമാണ്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.